السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ പേരുകളിൽ, നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന നാമം അള്ളാഹുവിൻ്റെ അർ-റഖീബ് എന്നുള്ള നാമം. എന്താണ് റഖീബ് എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്, തേടുന്നത് തുടങ്ങിയ ഒരു വിഷയമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഖീബ് എന്ന് പറയുമ്പോൾ അവൻ നിരീക്ഷകനും സൂക്ഷിക്കുന്നവനുമാണ് എന്നുള്ളതാണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്. അല്ലാഹു വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ സിംഹാസനത്തിന് മീതെയാണെങ്കിലും അവൻ്റെ സദാ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് ദാസന്മാരുള്ളത്. എല്ലാ കർമ്മങ്ങളും അല്ലാഹു അറിയുന്നു, നിരീക്ഷിക്കുന്നു. എല്ലാ വാക്കുകളും അല്ലാഹു കേൾക്കുന്നു, അറിയുന്നു, നിരീക്ഷിക്കുന്നു. ഒരു ദാസൻ്റെ മുഴുവൻ അവസ്ഥകളും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിന് കീഴിലാണ്. അല്ലാഹു കേവലം നിരീക്ഷിക്കുകയും അറിയുകയും മാത്രമല്ല, പ്രത്യുത നിരീക്ഷകനായ അല്ലാഹു, സൂക്ഷ്മമായി അറിയുന്നവനായ അല്ലാഹു, സൂക്ഷിക്കുന്നവനായ അല്ലാഹു, താൻ നിരീക്ഷിച്ചതും സൂക്ഷിച്ചതുമായ മനുഷ്യ ചെയ്തികൾ, മനുഷ്യരുടെ വാക്കുകൾ, മനുഷ്യരുടെ അവസ്ഥകൾ അത് വിചാരണയുടെ വേദിയിൽ കൊണ്ടുവന്ന് അതിൽ വിചാരണ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അർ-റഖീബ് എന്നുള്ള നാമം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നിയമത്തെയും ശിക്ഷാമുറകളെയുമാണ്. ആയുധങ്ങളെ ഭയക്കുന്നവരുണ്ട്, അതേപോലെ ശിക്ഷയെ ഭയക്കുന്നവരുണ്ട്, നിയമങ്ങളെ ഭയക്കുന്നവരുണ്ട്. അങ്ങനെയാണ് കേവല ഭൗതികവാദികളായ ആളുകൾ തെറ്റുകൾ കൈയൊഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റുകൾ കൈയൊഴിക്കുന്നത്, കർമ്മങ്ങൾ സൂക്ഷ്മമാക്കുന്നുണ്ടെങ്കിൽ തന്നെ കർമ്മങ്ങളെ സൂക്ഷ്മമാക്കുന്നത്. നിയമത്തെ പേടിയാണ്, ശിക്ഷയെ പേടിയാണ്. ആയുധവും ശിക്ഷാമുറകളും ഭയന്ന് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിൽ നിന്ന് അവർ വേറിട്ടാൽ, വിജനതയിൽ അവർ അകപ്പെട്ടാൽ
അവർക്ക് തെറ്റുകൾ ചെയ്യാനും കുറ്റങ്ങൾ പ്രവർത്തിക്കാനും യാതൊരു സങ്കോചം ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയെ ഭയക്കുന്നതിനേക്കാൾ, നിയമത്തെ ഭയക്കുന്നതിനേക്കാൾ അവർ ഭയക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സംഗതി അള്ളാഹുവിൻ്റെ റഖീബ് എന്ന നാമം അർത്ഥമാക്കുന്ന അള്ളാഹുവിൻ്റെ നിരീക്ഷണവും അള്ളാഹുവിൻ്റെ മേൽനോട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമവും ശിക്ഷയും ഒക്കെയാണ് പേടി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിയമത്തെയും നിയമപാലകരെയും ശിക്ഷാമുറകളെയും അവർ ഭയക്കുന്നതിനേക്കാൾ അവർ ഭയക്കുന്നതും അവരുടെ ജീവിതം അവർ കൃത്യമാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധവും അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിന് കീഴിലാണ് ഞാനുള്ളത്, അവൻ പിടികൂടും, അവൻ്റെ കണ്ണ് വെട്ടിച്ച് അവൻ്റെ നിരീക്ഷണത്തെ തെറ്റിച്ച് അവനിൽ നിന്നൊഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ബോധവുമാണ്. അർ-റഖീബ് എന്നുള്ള പേര് അള്ളാഹു മേലായ റബ്ബാണ്. ആ മേലായ റബ്ബിൻ്റെ റിഖാബത്ത്, നിരീക്ഷണം, ആ നിരീക്ഷണത്തിന് കീഴിലാണ്, അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ കഴിയാതെ, മാറാൻ കഴിയാതെ ആ നിരീക്ഷണത്തിനകത്താണ് ഞാൻ ഉള്ളത് എന്നുള്ള വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബത്തുൽ ഹാജ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഖുത്ബത്തുൽ ഹാജ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഈ ഖുത്ബത്തുൽ ഹാജ? ഖുത്ബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ നിക്കാഹ് ഖുത്ബയായാലും ഇതര ഖുത്ബയായാലും അതിൻ്റെ ആമുഖത്തിൽ പറയാനുള്ള വരികളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ആമുഖ ഭാഷണം അതെന്താ? അത് ഏതാനും വരികളും 3 ആയത്തുകളാണ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു എന്ന് തുടങ്ങിയിട്ട് നമ്മൾ സാധാരണ ഖതീബ്മാരും പ്രാസംഗികരൊക്കെ തുടങ്ങുന്ന ഖുത്ബത്തിൻ്റെ തുടക്കത്തിലുള്ള ആ വരികൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആയത്തുകൾ പഠിപ്പിച്ചു എന്നാണ്. 3 ആയത്തുകൾ പഠിപ്പിച്ചു. എന്തിന്? അത് ആമുഖത്തിൽ ചൊല്ലാനാണ്. ഏതാ 3 ആയത്തുകൾ? ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമത്തേത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മൂന്നാമത്തേത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഈ 3 ആയത്തുകൾ ഞാനും പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഇത് കേൾപ്പിച്ചു. ഇത് വിശ്വാസികൾ ആവർത്തിച്ച് കേൾക്കപ്പെടുന്ന 3 ആയത്തുകളാണ്. അതിൽ രണ്ടാമത്തെ ആയത്ത്, ആ ആയത്തിൻ്റെ അവസാനമാണ് നമ്മൾ റഖീബ് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ ആ നാമം വന്നതായ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പ്രാസംഗികർ അവരുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ആളുകളെ ആവർത്തിച്ചു കേൾപ്പിക്കുന്ന വചനാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ, ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. വഖലഖ മിൻഹാ സൗജഹാ, നിങ്ങളെ ഒറ്റ ശരീരത്തിൽ നിന്ന് പടച്ചു, അതിൽ നിന്നാണ് അള്ളാഹു അതിൻ്റെ ഇണയെ പടച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ
ദമ്പതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു, വ്യാപിപ്പിച്ചു. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു റബ്ബിനെ കൊണ്ടാണോ, റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, രക്തബന്ധങ്ങൾ, അതും നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തിൻ്റെ അവസാനത്തിൽ ഓതി കേൾപ്പിച്ചത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനമായി അവതരിപ്പിച്ചത് എന്താ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു റഖീബ, റഖീബാകുന്നു. റഖീബ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ മുഴുവൻ പ്രവൃത്തികളും നിങ്ങളുടെ മുഴുവൻ വാക്കുകളും നോക്കിക്കാണുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ്. ഷദീദുൽ മുറാഖബ ലിജമീഇ അഖ്വാലിക്കും വ അഅമാലിക്കും ഫഹുവ യറാഹ വ യഅലമുഹ വ സയുഹാസിബുക്കും അലൈഹ യൗമൽ ഖിയാമ. അല്ലാഹു ഷദീദുൽ മുറാഖബയാണ്, അങ്ങേയറ്റം തികഞ്ഞ നിരീക്ഷണ ഉള്ളവനാണ് നിങ്ങളുടെ മുഴുവൻ പ്രവൃത്തികളും നിങ്ങളുടെ മുഴുവൻ വാക്കുകൾക്കും. അള്ളാഹു അത് കാണുന്നു, അള്ളാഹു അത് അറിയുന്നു. അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിചാരണ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് റഖീബായ അള്ളാഹു നിങ്ങൾക്ക് മേൽ നിരീക്ഷകനാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ എന്നാണ്. അള്ളാഹു എല്ലാ സംഗതികൾക്കും റഖീബാണ്. അള്ളാഹു മേൽനോട്ടം വഹിക്കുന്നവനും നിരീക്ഷകനുമാണ് എന്നിവിടെ ഉണർത്തുകയാണ്. അപ്പോൾ എന്താ ഈ ഒരു നാമം നമ്മളെ അറിയിക്കുന്നത്? ഈ നാമം നമ്മളെ അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണം. അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കണം. അത് കാതിന് ഇമ്പമുള്ള ഒരു നാമമായതുകൊണ്ടല്ല ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആവർത്തിച്ച് കേൾപ്പിച്ചത്. പിന്നെയോ ആ നാമം അത് തേടുന്നത്, അത് അർത്ഥമാക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു മാനയാണ്, ആശയമാണ്. അത് താല്പര്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ നാമത്തിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ടാൽ അതാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള ഒരു ഹീനശ്രമം നടന്നത് മക്കം ഫതഹിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുദാല ഇബ്നു ഉമൈർ അൽ-ലൈസി എന്ന് പറയുന്ന വ്യക്തി മക്ക ഫതഹായപ്പോൾ മക്കയിലേക്ക് വന്നു. ബനു ലൈസ് ഗോത്രക്കാരനാണ്. ഫുദാല ഇബ്നു ഉമൈർ അൽ-ലൈസി വന്നത് എല്ലാ ആളുകളും വന്നതുപോലല്ല. മൂപ്പരുടെ പാർശ്വത്തിൽ ഒരു കടാര കരുതിയാണ് വന്നത്. എന്തിനാ കടാര കരുതി വന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹാക്കി. മുശ്രിക്കുകളുടെ ചിറകുകൾ എരിയപ്പെട്ടു, മേൽക്കോയ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ഇയാൾ വരുമ്പോൾ അയാളുടെ മനസ്സ് മന്ത്രിക്കുന്നത് മുഹമ്മദിനോടൊപ്പം കഅബൻ തവാഫ് ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ നബിയോടടുക്കണ സമയത്ത് ഈ ആയുധം വെളിയിലെടുത്തിട്ട് റസൂലുള്ളാഹിനെ കുത്താനാണ്. കഴിഞ്ഞല്ല അപ്പം കാര്യം. അതായിരുന്നു ഫുദാല ഇബ്നു ഉമൈർ അൽ-ലൈസിയുടെ മനസ്സിൻ്റെ വിചാരം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അയാൾ തവാഫ് ചെയ്യാണ്, നബിയോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ഫുദാല, നിങ്ങൾ ഫുദാലയാണോ എന്ന് ചോദിച്ചു ആ വ്യക്തിനോട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഫുദാല യാ റസൂലല്ലാഹ്, ഫുദാലയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാദാ കുൻത തുഹദ്ദിസു ബിഹി നഫ്സക്, ഫുദാല നിങ്ങൾ എന്താണ് നിങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ആത്മകഥം നടത്തിക്കൊണ്ടിരുന്നത്? എന്താ ആത്മകഥം? അവസരം കിട്ടുമ്പോൾ റസൂലുള്ളാഹിനെ കത്തിയെടുത്ത് കുത്താനാണ്. എന്താണ് നിങ്ങളുടെ ആത്മകഥം?
അപ്പോൾ ഫുദാല പറയാണ് ലാ ഷൈ കുൻതു അസ്കുറുല്ലാഹ്, ഒന്നുമില്ല, ഞാൻ ദിക്റല്ലേ, ഞാൻ ദിക്റിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് ഫുദാല പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇസ്തഗ്ഫിരില്ലാഹ്, ഫുദാല അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി, പാപമോചനത്തിന് തേടിക്കോളി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ കൈ ഈ ഫുദാലയുടെ നെഞ്ചിൽ അമർത്തി വെച്ചു. അതോടുകൂടി നബിയോടുള്ള കോപത്താൽ വന്നതാണ് ഈ മനുഷ്യൻ. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ദേഷ്യത്താൽ പക പോക്കാൻ ആയുധമായിട്ട് വന്നതാണ്. അപ്പോൾ ആ മനസ്സ് ഉമിത്തി മനസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കൈ ഫുദാലയുടെ നെഞ്ചിൽ വെച്ചപ്പോൾ ഫസകന ഖൽബു, ഫുദാലയുടെ മനസ്സ് തണുത്തു, അടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി. എന്താ ഫുദാല പറയുന്നത്? വല്ലാഹി മാ റഫഅ യദഹു അൻ സദ്രി ഹത്താ മാ മിൻ ഖൽഖില്ലാഹി ഷൈഉൻ അഹബ്ബു ഇലയ്യ മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചിൽ നിന്ന് കൈയ്യണ്ട് വലിച്ചപ്പോൾ അതോടുകൂടി അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പുമില്ല നബിയോളം എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്കിഷ്ടം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി എന്ന് ഫുദാല പറയണം. ചരിത്രം തുടർത്തി പറയേണ്ടി, ഫുദാല എന്ന് പറഞ്ഞാൽ ബനു ലൈസിൽ ഒരു കോമാളിയായിരുന്നു. സ്ത്രീകളോടൊത്ത് സല്ലപിക്കുകയും ശൃംഗരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് അയാൾ മടങ്ങുകയാണ് ബനു ലൈസിൽ. അപ്പോൾ അവളെ ഒരു സ്ത്രീ ഫുദാലയെ വിളിച്ചു, എന്തിനെ അടുത്തിരുന്ന് വർത്താനം പറയാൻ. അപ്പോൾ ഫുദാല ഇങ്ങനെ പ്രതികരിച്ചു എന്നാണ്, ഖാലത് ഹലുമ്മ ഇലൽ ഹദീസി ഫഖുൽതു ലാ യബ അലൈകില്ലാഹു വൽ ഇസ്ലാമു അവമാ റഅയ്ത മുഹമ്മദൻ വജുനൂദഹു ബിൽ ഫത്ഹി യൗമ തുകസ്സിറുൽ അസ്നാമു ലറഅയ്ത നൂറല്ലാഹ് അസ്ബഹ ബയ്യിനൻ വശിർക യഗ്ശാ വജ്ഹഹുൽ ഇദ്ലാമു. എന്താ പറയുന്നത്? ഖാലത് ഹലുമ്മ ഇലൽ ഹദീസ്, അവൾ പറയാണ് വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം. ഫഖുൽതു, ഫുദാല പറയാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരൂല. യഅബ അലൈകില്ലാഹു വൽ ഇസ്ലാമു, അള്ളാഹുവും ഇസ്ലാമും അത് വിസമ്മതിക്കുകയാണ്. ഇതുവരെ എന്താ? മക്കം ഫതഹ് വരെ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോകുന്നത് വരെ ഫുദാല തെമ്മാടിയാണ്, വൃത്തികെട്ട മനുഷ്യനാണ്, ശൃംഗാരത്തിനും സല്ലാപത്തിനൊക്കെ റെഡിയാണ്. അങ്ങനെയാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാണ് ഇനി വരൂല സംസാരത്തിനും സല്ലാപത്തിനും, അള്ളാഹുവും ഇസ്ലാമും ഇതൊക്കെ വിസമ്മതിക്കുന്നു എന്ന് ഫുദാല പറഞ്ഞു. എന്നിട്ട് പറയണം അവമാ റഅയ്ത മുഹമ്മദൻ വജുനൂദഹു, മുഹമ്മദും സൈന്യവും ബിൽ ഫത്ഹി യൗമ തുകസ്സിറുൽ അസ്നാമു, മക്കം ഫതഹിൻ്റെ നാളിൽ വിഗ്രഹങ്ങൾ ഉടക്കപ്പെടുകയാണ്. അന്ന് ലറഅയ്ത നൂറല്ലാഹ് അസ്ബഹ ബയ്യിനൻ, അല്ലാഹുവിൻ്റെ പ്രകാശം അത് വളരെ വ്യക്തമായി. വശിർക യഗ്ശാ വജ്ഹുൽ ഇദ്ലാമു, ഷിർക്കിൻ്റെ മുഖത്തെ ഇരുട്ട് മൂടി പൊതിയുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫുദാല ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ പൂർവ്വകാലത്തെ ആ തരവഴി അരുതായ്മ അതിലേക്ക് ഫുദാല പോയില്ല. ഇവിടെ ഞാൻ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ റഖീബ് എന്ന പേര് മനസ്സിലാക്കുമ്പോൾ എന്താണ് ആ പേര് അർത്ഥമാക്കുന്നത്? അള്ളാഹുവിൻ്റെ സദാ നിരീക്ഷണവും നോട്ടവും സൂക്ഷ്മമായിട്ടുള്ള അറിവുമാണ്. ഫുദാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്താനുള്ള കടാര തൻ്റെ പാർശ്വത്തിൽ മറച്ചു വെച്ചാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തവാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്തി കൊലപ്പെടുത്താൻ. നബിയിൽ നിന്ന് കണ്ണ് വെട്ടിക്കാനും കൺമറക്കാനും ഫുദാലക്ക് സാധിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയച്ച അല്ലാഹു വല്ലാഹു യാസിമുക മിനന്നാസ്, പ്രവാചകരെ ജനങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കും എന്ന് പ്രവാചകനോട് വാക്ക് കൊടുത്ത മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ റഖീബാണ്. ആ റഖീബായ അല്ലാഹുവിൽ നിന്ന് കടാര മറച്ചു പിടിക്കാനും കത്തി ഒളിപ്പിച്ചു വെക്കാനും ആർക്ക് സാധിക്കും? മാത്രമല്ല ഫുദാലയുടെ മനസ്സിൻ്റെ മന്ത്രം അത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തണം എന്നുള്ളതാണ്, കൊലപ്പെടുത്തണം എന്നുള്ളതാണ്.
നബിയോട് അയാൾ പറയുന്നത് എന്താ? ഞാൻ ദിക്ർ ചൊല്ലുകയാണ് എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം അസ്തഗ്ഫിറുള്ള പറയാണ് ഞാൻ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ് ഇസ്തഗ്ഫിറില്ല എന്ന് തന്നെ പറഞ്ഞോ? പക്ഷെ റസൂലുള്ളാഹി നെഞ്ഞത്തവിടെ കൈവച്ച്. അപ്പോൾ ആ തപിക്കുന്ന മനസ്സ് തടുത്തു. പിടക്കുന്ന ദേഷ്യത്താൽ ഇളകുന്ന മനസ്സ് ഒതുങ്ങി. അങ്ങനെ ഫദാ അലൈഹി സ്വലാം സ്വീകരിച്ചു. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് മനസ്സിലായത്? തിരുനബി അവൻ്റെ നെഞ്ചിൽ എന്തിനാ കൈവച്ചത്? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ബോധനാണ്. അത് അള്ളാഹു അറിഞ്ഞു, അവനെ നിരീക്ഷിച്ചു, മനസ്സിലാക്കി. അതിൽ പിന്നെ റസൂലുള്ളാഹിക്ക് നൽകിയ വഹയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റഖീബ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒളിപ്പിച്ചാലും ആളുകൾ മറച്ചാലും ആളുകൾ ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് വിജനതയിൽ ചെയ്താലും അതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അൽ മുറാഖബത്തു ദവാമു ഇൽമിൽ അബ്ദി വതയഖ്ഖുനുഹു ബിത്തിലാഇൽ ഹഖ് സുബ്ഹാനഹു അലാ ളാഹിരിഹി വ ബാത്തിനിഹി. ഒരു ദാസൻ ഹഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അകവും പുറവും നോക്കി അറിയുന്നു എന്നുള്ള ഉറപ്പും ദാസൻ്റെ ദൃഢമായ അറിവുമാണ് മുറാഖബത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ നമ്മൾ ഭയക്കണം. എങ്ങനെ ഭയക്കണം? തൻ്റെ അകവും പുറവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുകയും അതിന് അല്ലാഹു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു എന്ന നിലക്ക് അറിയണം. അതാണ് റഖീബ് എന്നുള്ളതായ നാമം തേടുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അബൂ മുഹമ്മദുൽ അന്ദുലൂസി മകന് നൽകിയ ഒരു വസിയ്യത്തുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ വസിയ്യത്ത്. ആ വസിയ്യത്തിൽ അബൂ മുഹമ്മദുൽ അന്ദുലൂസി 2 വരി കവിത തൻ്റെ മകന് പകർന്നു കൊടുത്തത് ചരിത്രത്തിൽ കാണാം. എന്താ കവിത? വൈദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി ഫസ്തഹി മിൻ നദ്റിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖ അദ്ദലാമ യറാനി. മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, വൈദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ, മകനെ ഇരുട്ടിൽ രാത്രി ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരുന്നാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, അതിക്രമം പ്രവർത്തിക്കുവാൻ നിന്റെ മനസ്സ് നിന്നെ മാടി വിളിക്കുകയും ചെയ്താൽ, ഫസ്തഹി മിൻ നദ്റിൽ ഇലാഹ്, നീ ഇരുട്ടിലാണ്, ആരും കാണുന്നില്ല, തെറ്റ് ചെയ്യാനുള്ള പ്രേരകം മനസ്സിൻ്റെ വിളി ഇതൊക്കെ വരുമ്പോൾ ഫസ്തഹി മിൻ നദ്റിൽ ഇലാഹ്, ഇലാഹിൻ്റെ നോട്ടം അതിനെ തൊട്ട് നീ ലജ്ജിക്ക്. വഖുൽ ലഹാ, നീ തെറ്റിന് നിന്നെ മാടി വിളിക്കുന്ന നിന്റെ മനസ്സിനോട് പറ, ഇന്നല്ലദീ ഖലഖ അദ്ദലാമ യറാനി, ഇരുട്ട് പടച്ച അല്ലാഹു എന്നെ നോക്കിക്കാണുന്നു എന്ന് നീ ആ മനസ്സിനോട് പറ എന്നാണ്. കണ്ട, അപ്പോൾ ഇരുട്ടിലാണെങ്കിലും കൂരാകൂരിട്ടിലാണെങ്കിലും തമസ്സിൻ്റെ കാളിമയിലാണെങ്കിലും ആ കാളിമയെ പടച്ച ഇരുട്ടിനെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇരുട്ടിനെ ഭേദിച്ച് എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇതാണ് അബൂ മുഹമ്മദ് അൽ അന്ദുലൂസി തൻ്റെ മകന് നൽകിയതായ വസിയ്യത്ത്. ഒരിക്കലൊരു സാഹിത്യകാരൻ സാലബുൽ അദീബ് എന്ന് പറയും, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അടുക്കൽ പ്രവേശിച്ചത് ഇമാം അഹ്മദിൻ്റെ ചരിത്രത്തിൽ കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അയാളോട് ചോദിച്ചു, മൻ അൻത്, ആരാണ് നിങ്ങൾ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു സാഹിത്യകാരനാണ്, എനിക്ക് കവിത അറിയാം. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ ആ കവിത ഒന്ന് ചൊല്ലി. അപ്പോൾ കവി സാഹിത്യകാരൻ 2 വരി കവിത ചൊല്ലി. എന്താ കവിത? ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫലു സാഅതൻ വലാ അന്ന മാ തുഖ്ഫാ അലൈഹി യഗീബു. എന്താ? ഇദാ മാ ഖലൗത അദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒരിടത്ത് ഒരു ദിനം ഒഴിഞ്ഞിരുന്നാൽ
ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു, ഞാൻ തനിച്ചാണ് എന്ന് നീ പറയല്ലേ. വലാകിൻ ഖുൽ അലയ്യ റഖീബ്, നീ പറയേണ്ടത് ഞാൻ ഒഴിഞ്ഞിരുന്നാലും എൻ്റെ മേൽ നിരീക്ഷകനായിട്ട് ഒരാളുണ്ട് എന്ന് നീ പറ. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സഅതൻ, അള്ളാഹുവിനെ കുറിച്ച് നീ വിചാരിക്കല്ലേ അള്ളാഹു ഒരു നിമിഷമെങ്കിലും അശ്രദ്ധനാകുമെന്ന്. വലാ അന്നമാ തുഖ്ഫ അലൈഹി യഗീബു, മാത്രമല്ല അള്ളാഹുവിനെ തൊട്ട് ഒളിപ്പിച്ചു വെക്കപ്പെടുന്നത് ഒരിക്കലും അള്ളാഹുവിന് മറയൂല, അദൃശ്യമാകൂല. അപ്പം നീ ഒഴിഞ്ഞിരുന്നാൽ ഞാൻ ഒറ്റക്കൊള്ളൂ എന്ന് നീ പറയണ്ട. പിന്നെയോ റഖീബായ അള്ളാഹു നിരീക്ഷകനായിട്ടുണ്ട് എന്ന് നീ പറ. ഒരു നിമിഷമെങ്കിലും അള്ളാഹു നിന്നെ തൊട്ട് അശ്രദ്ധനാവൂല. നീ പാത്തു വെക്കുന്നത്, ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹുവെ തൊട്ട് മറയുകയുമില്ല എന്ന അർത്ഥം വരുന്ന കവിതയാണ് സാഹിത്യകാരൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഓതി കൊടുത്തത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എഴുതുമായിരുന്നു. എഴുത്തുപോലും പുസ്തകവും മാറ്റിവെച്ച് കഥകടച്ച് റൂമിലെത്തി കവി പറയുന്നത്, സാഹിത്യകാരൻ പറയുന്നത്, പിന്നെ ഞാൻ കേട്ടത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കരച്ചിലായിരുന്നു എന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കരച്ചിലായിരുന്നു എന്നാണ്. എന്താ കരയാൻ മാത്രം സാഹിത്യകാരൻ പറഞ്ഞു കൊടുത്തത് അള്ളാഹു റഖീബാണ് എന്നുള്ള വിവരം. ഒഴിഞ്ഞിരുന്നാൽ, ഒറ്റക്കായാൽ, തനിച്ചായാൽ ഞാൻ തനിച്ചാണ്, ഇനി എല്ലാം ആകാം എന്ന് വിചാരിക്കണ്ട. പിന്നെയോ അലയ്യ റഖീബു, എൻ്റെ മേൽ ഒരു നിരീക്ഷകനായ അള്ളാഹു ഉണ്ട് എന്നുള്ളത് പറയാനാണ് പറഞ്ഞത്. ഇന്ന് ഈ ഒരു ബോധം മനുഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. എന്താ, ഇന്ന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായതോടുകൂടി മനുഷ്യന്മാരുടെ വിരൽത്തുമ്പിൽ സ്പർശനങ്ങൾ മനുഷ്യന്മാർക്ക് കൊണ്ടെത്തിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യങ്ങളായി. അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ എന്തൊക്കെ വിഭവങ്ങളും വിഷയങ്ങളുമാണ് എത്തുന്നത്. മുണ്ടിട്ട് മൂടിയാൽ നാണം മാറാത്ത രീതിയിലുള്ളതായ ദൃശ്യങ്ങൾ ആളുകൾ കാണുകയാണ്. അതും കയ്യിലുള്ള യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ അത് സജീവമായാൽ പലവിധ ദൃശ്യങ്ങൾ മനുഷ്യരുടെ കൺമുമ്പിൽ തെളിയുന്നു. മനുഷ്യർ അതിൽ കണ്ണു നട്ട് ആസ്വാദകരായി, വികാര വിജൃംഭിതരായി, ധാർമ്മികത തകർന്ന് അധാർമികതയുടെ ശവപ്പറമ്പുകളിലേക്ക് കൂപ്പുകുത്തുന്നതായ സ്ഥിതികളാണ് സംജാതമാകുന്നത്. അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധം മനുഷ്യരുടെ ആത്മീയതയെ വളർത്തിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കൽ ധാർമ്മിക തകർച്ചയാണ്. മനുഷ്യരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഗുണം കെട്ട് പാരത്രികതയിൽ നഷ്ടം പേറുന്നതായ സ്ഥിതിവിശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു തിരുമൊഴി സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ തിരുനബി പറയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ചിലരെ എനിക്കറിയാം, ഞാൻ അറിയുക തന്നെ ചെയ്യും. എന്താ ആ ഉമ്മത്തികളുടെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളെ കുറിച്ച് പറയാണ്. യഅ്തൂന യൗമൽ ഖിയാമ, അവർ അന്ത്യനാളിൽ വരും, ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ ബീദൻ, തിഹാമയിലെ പർവ്വതങ്ങൾ, വെളുത്ത പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾക്ക് സമാനമായി സൽപ്രവർത്തികളുമായിട്ട് എൻ്റെ ഉമ്മത്തികളിൽ ചിലർ വരും അന്ത്യനാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അന്ത്യനാളിൽ വരുമ്പോൾ അവർ ശൂന്യഹസ്തരല്ല. പിന്നെയോ തിഹാമ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നാടാ അല്ലേ? ഹിജാസ്, നജിദ്, തിഹാമ, യമൻ, ഇങ്ങനെ പല നാടുകളില്ലേ അറേബ്യൻ ഉപദ്വീപിൽ. അതിൽ തിഹാമയിൽ നീണ്ട പർവ്വത നിരകളാണ്, വെളുത്ത പർവ്വത നിരകൾ. ആ പർവ്വതങ്ങൾക്ക് സമാനമായി സൽപ്രവർത്തികളുമായിട്ട് അന്ത്യനാളിൽ ആളുകൾ വരും. എന്നിട്ടോ പുണ്യങ്ങളേറെ ഏറ്റിച്ചുമെന്നാണ് പരലോകത്ത് വരുന്നത്. പക്ഷേ ഫയജ്അലുഹല്ലാഹ് ഹബഅൻ മൻസൂറ, ആ സൽപ്രവർത്തികളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി പൊടിയാക്കി പറപ്പിച്ചു വിടുന്നതാണ്. അല്ലാഹു സ്വീകരിക്കില്ല. ധാരാളം കർമ്മങ്ങളായിട്ട് വരുമ്പോഴും അല്ലാഹു അതിനെ പറത്തിവിടും.
അപ്പോൾ സൗബാൻ റളിയല്ലാഹു തആല അൻഹു, സൗബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ്. ആ സൗബാൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, സിഫ്ഹും ലന, അവരെ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് വർണ്ണിച്ചാലും, ജല്ലിഹിം ലന അല്ലാ നകൂന മിൻഹും, അവരെ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, വ്യക്തമാക്കി തരും. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പറഞ്ഞു തരാൻ പറയുന്നത്, അവരുടെ വിശേഷണം പറഞ്ഞു തരാൻ പറയുന്നത്. തിഹാമയുടെ മലകളോളം പുണ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഗണിക്കുന്ന, അവരുടെ സൽപ്രവൃത്തികൾ അള്ളാഹു പറത്തിവിടുന്ന ദുസ്ഥിതി പരലോകത്തുണ്ടാകുന്ന ആളുകളെ പറഞ്ഞു തരാൻ പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ ബ്രദേഴ്സ്, സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നമസ്കരിക്കുന്നവരാണ്. വലാകിന്നഹും, പക്ഷേ അവർ അഖ്വാമുൻ, എങ്ങനെയുള്ള ആളുകളാണ്? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹകുഹ, അള്ളാഹു ഹറാമാക്കിയത് അതുമായിട്ട് അവർ ഒഴിഞ്ഞിരുന്നാൽ ഇൻതഹകുഹ, ആ ഹറാമുകൾ അവർ യഥേഷ്ടം പ്രവർത്തിക്കും. രാത്രി നിസ്കരിക്കുന്ന, രാത്രിയിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന, രാത്രിയിൽ റുകൂഉം സുജൂദും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അവർ ഹറാമുകളുമായിട്ട് ഒഴിഞ്ഞിരുന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് നിയന്ത്രണമല്ല, കൃത്യതല്ല. അവർ ഇൻതഹകുഹ, ഹറാം അത് യഥേഷ്ടം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരാണ് ഈ വിഭാഗം ആളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞാൽ, നമ്മൾ തനിച്ചായാൽ, ഹറാമുകളുടെ മുമ്പിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ, ആ ഹറാമിനെ തൊട്ട് നമ്മളെ പിറകിലേക്ക് വലിക്കുന്നത്, നമ്മളുടെ കണ്ണിനെ തടയുന്നത്, നമ്മളുടെ വിരൽത്തുമ്പുകളെ നിയന്ത്രിക്കുന്നത് ഏത് വികാര? അത് പടിഞ്ഞാറിനുള്ള നിയമത്തിൻ്റെയും അതേപോലെ തന്നെ നിയമപാലകരുടെയും ശിക്ഷകളുടെയും ഒക്കെ പേടിയിലുള്ള ആര് വികാരമല്ല, പിന്നെയോ വികാരം പടച്ചോൻ കാണുന്നുണ്ട്, അള്ളാഹു നോക്കുന്നുണ്ട്, പടച്ചോൻ്റെ നിരീക്ഷണത്തിനാണ് ഞാനുള്ളത് എന്നുള്ള വികാരമാണ്. അത് മുഖ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചരിത്രമാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ പാൽക്കാരി പെണ്ണ് മകളോട് പാലിൽ വെള്ളം പാരാൻ പറഞ്ഞപ്പോൾ ഉമ്മാക്ക് പേടി ഉമറിനെയാണ്. ഉമർ വിളംബരം നടത്തിയിട്ടുണ്ട്, പാലിൽ വെള്ളം കലർത്താൻ പാടില്ല, ഉമ്മാൻ്റെ പേടി അതാ. പക്ഷേ മകൾ ചോദിക്കുകയാണ്, ഫഅൈന റബ്ബു ഉമർ, ഉമ്മ ഉമറിൻ്റെ റബ്ബ് ഇവിടെ? എപ്പോഴാണ് ഈ ചോദ്യം? ഫജറിൻ്റെ വേളയിലാണ്, ഉമർ പട്ടണത്തിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സമയത്താണ്. ഉമറിൻ്റെ റബ്ബ് ഇവിടെ? അത് ഉമർ കേട്ടില്ലേ? ആ സ്ത്രീയെ ഉമർ അനുമോദിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ബിലാലിൻ്റെ പെണ്ണായി, വധുവായി ആ പെണ്ണ് ആദരിക്കപ്പെട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയുടെ വിശ്വാസം, അതാണ് അവരെ ആദരിച്ചത്, അവിധം ബഹുമാനിച്ചത്. ആ മഹദിയുടെ സന്താന പരമ്പരയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭൂജാതനാണ്. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ പറയാണ്, ഖറജ്തു മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ മക്കത ഫഅറസ്നാ ഫി ബഅദി ത്വരീഖ്. ഉമറിനോടൊപ്പം ഞങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു, മദീനയിൽ നിന്ന്. അങ്ങനെ കുറച്ച് പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, വഴിയിൽ വിശ്രമിക്കാനിരുന്നു. ആ സമയം ഫൻഹദർ അലൈഹി റാഇ മിനൽ ജബൽ, പർവ്വതത്തിൽ നിന്ന് ഒരു ഇടയൻ മലയിറങ്ങി വന്നു. അപ്പം അമീറുൽ മുഅ്മിനീൻ ഉമർ ആ ഇടയനോട് ചോദിച്ചു, ബിഅനി ശാതൻ മിൻ ഹാദിഹിൽ ഗനം, ഓ വലിയ ആട്ടിൻ പറ്റാണല്ലോ, ഒരാടിനെ വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഇടയൻ പറയാണ്, ഇന്നി മംലൂക്ക്, ഞാനൊരു അടിമയാണ്, ഈ ആടുകളുടെ ഉടമയല്ല. അപ്പോൾ ഉമർ പറഞ്ഞു കൊടുക്കുകയാണ്, ഖുല്ലി സയ്യിദിക് അകലഹ ദിബ്, ആടുകളുടെ ഉടമ നിന്റെ യജമാനൻ വന്നാൽ ചെന്നായ തിന്നു എന്ന് പറഞ്ഞോളാ.
കുറേ ആടില്ലേ, ഒരാടിനെ ചെന്നായി തിന്നു എന്ന് പറഞ്ഞേക്ക്. അപ്പം ഇടയൻ പറയാണ് ഫഅൈനല്ലാഹ്, അള്ളാഹു എവിടെ? യജമാനോട് പറയാം, ചെന്നായി തിന്ന്, പിന്നെ സിംഹം തിന്ന്, ആളുകൾ തട്ടിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ അള്ളാഹിനോട് എന്ത് പറയും? ഇതാണ് ഇടയൻ്റെ ചോദ്യം. ഉമർ കരഞ്ഞു. ഉമർ ഈ ഇടയൻ അത് ഉമറിന് തരാനോ യജമാനോട് കള്ളം പറയാനോ പഠിപ്പിച്ചതല്ല. പിന്നെയോ ഉമർ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. പ്രജകളുടെ അമാനത്തിനെ കുറിച്ചുള്ള ബോധവും സൂക്ഷ്മതയും അറിയാൻ വേണ്ടിയിട്ട് ഉമറിൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു അത്. ഉമർ എന്താ ചെയ്തത്? ഈ അടിമയെ അയാളുടെ യജമാനിൽ നിന്ന് വിലക്ക് വാങ്ങി. എന്നിട്ട് അടിമയെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. നീ ഇടയനെ അല്ല, ഇനി നീ അടിമയല്ല, സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമർ പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താ? അഅതൈതുക ഫിദ്ദുനിയ അഅതഖത്ക ഫിദ്ദുനിയ ഹാദിഹിൽ കലിമ വഅർജു അൻ തുഅതികക ഫിൽ ആഖിറ. ആ ഇടയനോട് ഉമർ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഈ വചനമാണ് ഈ ദുനിയാവിൽ നിങ്ങളെ മോചിപ്പിച്ചത്. ഏത് വചനം? ഫഅൈനല്ലാഹ്, അള്ളാഹു എവിടെ എന്നുള്ള വചനം ഉണ്ടല്ലോ, അതാണ് ദുനിയാവിൽ നിങ്ങളെ മോചിപ്പിച്ചത്, സ്വതന്ത്രനാക്കിയത്. പരലോകത്ത് നിങ്ങൾ ഈ പറഞ്ഞ വചനം നിങ്ങളെ പരലോകത്ത് മോചിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് ആ ഇടയനോട് ഉമർ പറയണ്ടായി എന്നുള്ളതാണ്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കണത് എന്താ? ഒരു തെറ്റ് ചെയ്യാൻ, ഒരു വേണ്ടാത്തരം പ്രവർത്തിക്കാൻ ആ ഒരു ഇടയന് പ്രചോദനമായ വികാരം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ളതായ ബോധമാണ്. എങ്ങനെയുള്ള ബോധം? അള്ളാഹു എവിടെ? അയിൻ അള്ളാഹ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എവിടെ? അള്ളാഹു ഫിസ്സമ, അള്ളാഹു വാനങ്ങൾക്ക് മീതെയാണ്. അള്ളാഹുവിൻ്റെ മഹിതമായ ദാത്ത് കൊണ്ട് അള്ളാഹു അവൻ്റെ മഹത്വമേറിയ സിംഹാസനത്തിന് മീതെയാണെങ്കിലും അള്ളാഹു അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അള്ളാഹു അവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും ഒരാളും മുക്തനല്ല, മോചിതനല്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, യനാലുൽ അബ്ദു അൽ ജന്നത ബി ഖംസതി ഉമൂർ. 5 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ദാസന് സ്വർഗം നേടാനാവുക. 5 കാര്യങ്ങൾ കൊണ്ട്. ഏതാണ് 5 കാര്യം? ഒന്ന്, ഇസ്തിഖാമത്തുൻ ലൈസ ഫിഹാ റൗഗാൻ, നേർജീവിതം, വളവും വക്രതയില്ലാത്ത തെറ്റാത്ത നേർജീവിതം. വജ്തിഹാദുൻ ലൈസ മഅഹു സഹ്വ്, മറവില്ലാതെ കഠിനാധ്വാനം. വമുറാഖബത്തുല്ലാഹ് ഫിസ്സിർരി വൽ അലൻ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധം, അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധം. വൻതിദാറുൽ മൗത്ത് വതഅഹബുല, മരണത്തെ പ്രതീക്ഷിക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. വമുഹാസബത്തു നഫ്സിക് ഖബ്ല അൻ തുഹാസബ്, വിചാരണക്ക് മുമ്പ് സ്വന്തത്തെ വിചാരണ നടത്തുക. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാനാകും എന്നാണ് ദിന്നൂൻ അൽ മിസ്രിയെ പോലുള്ളതായ പൂർവ്വകാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. 1, ഇസ്തിഖാമത്ത്, നേർജീവിതം. 2, പുണ്യപ്രവൃത്തിയിലുള്ള അമിതാധ്വാനം. 3, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു റഖീബാണ്, അവൻ്റെ നിരീക്ഷണമുണ്ട് എന്നുള്ള ബോധം. മരണത്തെ പ്രതീക്ഷിക്കുക, മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഒരാൾ സ്വന്തത്തെ വിചാരണ നടത്തുക. ഈ 5 കാര്യങ്ങൾ ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾ അതിനാൽ സ്വർഗം നേടും എന്ന് പൂർവികരായ നമ്മളുടെ സച്ചരിതൽ വസീയത്തായിട്ട് പറയാറുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ അർ റഖീബ് എന്നുള്ള നാമം അത് തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഉണർത്തുന്നത്.
നമ്മളുടെ പുരുഷായുസിൽ നമുക്കും ഈ നാമവും അതിൻ്റെ തേട്ടവും പ്രചോദനമാകേണ്ടതുണ്ട്, സൽപ്രവൃത്തികൾക്ക് പ്രേരണയാകേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന്, തെറ്റിൽ നിന്ന് നമുക്ക് കൂച്ചി വിലങ്ങിടുവാൻ ഈ പേര്, അതിൻ്റെ ആശയം നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. ആവർത്തിച്ചുള്ള ഉപദേശ നിർദ്ദേശങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു നാമമാണ് റഖീബ് എന്നുള്ളത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അള്ളാഹു എല്ലാ സംഗതികൾക്കും വസ്തുക്കൾക്കും റഖീബാണ്, നിരീക്ഷകനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയിൽ തിരുനബി അള്ളാഹുവിൻ്റെ അർ-റഖീബ് എന്ന നാമം വന്ന വചനം ഓതുന്നുണ്ട്. എവിടെയാണത്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബൻ ബിമൗഇള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാസംഗികനായി എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം ഒരു സാരോപദേശമാണ്, മൗഇളത്താണ്. ഫഖാൽ, തിരുനബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും തുഹ്ശറൂന ഇലല്ലാഹ് ഹുഫാതൻ ഉറാതൻ ഗുർല. റസൂലുള്ളാഹിന്റെ സാരോപദേശം എന്താ? ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് ഇന്നകും തുഹ്ശറൂന ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. എങ്ങനെ? ഹുഫാതൻ ഉറാതൻ ഗുർല, നഗ്നപാതരായി, നഗ്നതയുടുത്ത്, ചില കർമ്മം പോലും നിർവഹിക്കപ്പെടാത്ത രീതിയിലായിരിക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക. മഹ്ശറ വൻസഭയിലേക്കുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അതിനെക്കുറിച്ചാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ഓതി, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ആദ്യ തവണ മനുഷ്യരെ നാം സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെ നാം മടക്കും. വഅദൻ അലൈന, അള്ളാഹു പറയാണ്, ആദ്യ തവണ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ നാം മനുഷ്യനെ മടക്കുമെന്നുള്ളത് നമ്മളുടെ മേൽ അള്ളാഹു പറയാണ്, വാഗ്ദാന വിഷയമാണത്, അള്ളാഹു സ്വീകരിച്ച കരാറാണ്. ഇന്നാ കുന്നാ ഫാഇലീൻ, നമ്മളങ്ങനെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മളെ അള്ളാഹുവിലേക്ക് പുനഃസൃഷ്ടി നടത്തിയിട്ട് മടക്കിക്കൊണ്ടുവരും എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ പറയാണ്, അലാ വ ഇന്ന അവ്വലൽ ഖലായിഖി യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, നഗ്നതയുടുത്ത് നഗ്നപാതരായി ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്ത വിധം ആദം സന്തതികൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ടാൽ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആയിരിക്കും. എന്നിട്ട് തിരുനബി പറയാണ്, ഉപദേശത്തിൽ തുടർച്ചാണ്, അല, അറിയുക, വ ഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ചില ആളുകൾ കൊണ്ടുവരപ്പെടും. ഫയുഖദു ബിഹിം ദാത ശിമാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അവരെ കൊണ്ടുവരും, പക്ഷേ അവരെ ഇടതു ഭാഗത്തേക്ക് എടുക്കപ്പെടും. ഫഅഖൂൽ, അപ്പോൾ തിരുനബി പറയും, യാ റബ്ബ് അസ്ഹാബി, റബ്ബേ എൻ്റെ അനുചരന്മാരാണല്ലോ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗദിലേക്ക് നിങ്ങളെ എല്ലാവരെയും മുൻകടന്നെത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മത്തികൾ വരും. അപ്പോൾ ആ വരുന്ന ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഇടതുഭാഗത്തേക്ക് അവരെ എടുക്കപ്പെടുന്നത്. അപ്പം ഞാൻ പറയും, എൻ്റെ ഉമ്മത്തികളാണ്, എൻ്റെ അനുചരന്മാരാണ്. ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ, നിങ്ങളുടെ വിയോഗാനന്തരം അവർ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ അതെന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഅഖൂലു കമാ ഖാലൽ അബ്ദുസ് സാലിഹ്, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന്, എൻ്റെ മുന്നിൽ നിന്ന് എടുക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ ഞാൻ പറയും, അൽ അബ്ദുസ് സാലിഹ് പറഞ്ഞതുപോലെ. അബ്ദുസ് സാലിഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈസാ നബി പറഞ്ഞതുപോലെ ഞാൻ അവിടെ വെച്ച് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം.
എന്താ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻതർ റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ് ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ്. ഇതന്നെ ഞാനും പറയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്താ ആയത്തിൽ പറയുന്നത്? വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അല്ലാഹുവേ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. ഓലെന്താ ചെയ്തത് എനിക്കറിയാം. ഫലമ്മ തവഫൈതനി കുൻത അൻതർ റഖീബ അലൈഹിം, നീ എന്നെ മരിപ്പിച്ചതിൽ പിന്നെ നീ ആയിരുന്നു അവരുടെ മേൽ നിരീക്ഷകൻ, റഖീബ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയുമായിരുന്നു. ഇൻ തുഅദ്ദിബ്ഹും, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ ദാസന്മാരാണ്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് മഗ്ഫിറത്ത് മാപ്പേക്കുകയാണ് എങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ അൽ അസീസാണ്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണ്. അൽ ഹക്കീം, നീ യുക്തിജ്ഞനുമാണ്, ഹിക്മത്തുള്ളവനുമാണ് എന്ന് അർത്ഥം വരുന്ന ഈ ആയത്താണ് ഓതിയത്. ഇവിടെ എന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിൽ ഹൗദിൽ നിന്ന് പകർന്നു കൊടുക്കാൻ നിൽക്കുമ്പോൾ, ഉമ്മത്തികൾ വരിയായി വരുമ്പോൾ, ഒരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. അവർക്ക് ഹൗദില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഹൗദില്ല, അവർക്ക് പാനം ചെയ്യാൻ ഹൗദിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു കൊടുക്കൂല. അവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ തിരുനബിയോട് പറയാണ്, നിങ്ങളുടെ കാലശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണ് അവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അപ്പം ഞാൻ ഈസാ നബി പറഞ്ഞതാണ് ഞാൻ പറയാന്നാണ്. എന്താ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഞാൻ അവർക്കിടയിലുണ്ടായപ്പോൾ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു, പക്ഷെ ഞാൻ മരിച്ചതിൽ പിന്നെ റസൂലുള്ളാഹിക്ക് അറിയോ ഉമ്മത്തികൾ എന്താ ചെയ്തതെന്ന്? അറിയില്ല. അള്ളാഹു നീ ആയിരുന്നു അവരുടെ മേൽ റഖീബ്, അതാണ് നമ്മളുടെ വിഷയം. അള്ളാഹു റഖീബാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. എന്താ റഖീബ് എന്ന് പറഞ്ഞാൽ? ദാസന്മാരുടെ പ്രവൃത്തികൾ, ദാസന്മാരുടെ വാക്കുകൾ, ദാസന്മാരുടെ വിചാരങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നിരീക്ഷിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. അതുകൊണ്ട് തെറ്റ് പ്രവർത്തിച്ചവർ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയവർ, അവരാരാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് അവരെ എടുത്തു മാറ്റി അവർക്ക് ഹൗദിൽ നിന്നുള്ള പാനം അത് ഹറാമാക്കണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർ റഖീബ് എന്ന പേര് വന്നതായ ആയത്തുകൾ, അതേപോലെ തിരുമൊഴികൾ, ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ ഒരു നാമം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മളുടെ ചെയ്തികളിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റഖീബ് എന്നുള്ള നാമം ഓർക്കണം. നമ്മളുടെ സൽപ്രവൃത്തികൾ അത് കൃത്യാകലപ്പള ഇഖ്ലാസോടുകൂടി, നിയ്യത്ത് തെറ്റാതെ, ലോകമാന്യതയില്ലാതെ, നിഷ്കളങ്കവും നിഷ്കപടവുമായി നിർവഹിക്കൽ. അതെങ്ങനെ നമുക്ക് സാധിക്കുക? നമ്മൾ അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധത്തിൽ നിസ്കരിക്കുമ്പോൾ, പുണ്യകർമ്മം ചെയ്യുമ്പോഴാണ്. എങ്ങനെ നമ്മളോട് പറഞ്ഞ ഇബാദത്തെടുക്കാൻ? നമ്മളോട് പറഞ്ഞത് അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ആ ബോധത്തിൽ ഇബാദത്തെടുക്കാനാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കണം, അള്ളാഹു നിന്നെ നോക്കിക്കാണുന്നു എന്ന ബോധത്തിൽ. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റഖീബാണ് എന്നുള്ള ബോധം അത് നമ്മളുടെ ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ നമുക്കുണ്ടാകണം. അപ്പോൾ കർമ്മം കൃത്യമാവും. നമ്മൾ ആളില്ലാത്തവിടത്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും നമ്മളുടെ കർമ്മങ്ങളിൽ, ഇബാദത്തിൽ നമുക്ക് ശുഷ്കാന്തി, താല്പര്യം, ഭക്തി, ഇഖ്ലാസ് ഇതൊക്കെ ഉണ്ടാകും. ഇതേപോലെ അള്ളാഹു റഖീബാണ് എന്നുള്ള ബോധം നമ്മളിൽ വളരേണ്ടതും മികച്ചു നിൽക്കേണ്ടതും നമ്മൾ തെറ്റിന് പ്രേരിതരാകുമ്പോഴാണ്, തെറ്റിലേക്ക് മാടി വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ആ ഒരു ബോധമില്ല എങ്കിൽ നമ്മൾ
കെട്ടുപോവുകയും നശിച്ചു പോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആധുനികതയുടെ രാവും പകലും പലവിധ തെറ്റുകളിലേക്ക് മാടി വിളിക്കുന്നതായ വസീലകൾ കൊണ്ട് സജീവമാണ്. ഏതൊരു വിദൂരതയിൽ നടക്കുന്ന ഒരു തെറ്റും അത് ഞൊടിയിടയിൽ നമ്മളൊന്ന് വിരലമർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായ സ്ഥിതിവിശേഷം, നഗ്നതകൾ ഉടുത്ത് നിറഞ്ഞാടുന്നതായ സൈറ്റുകൾ, അതേപോലെ തന്നെ ദൃശ്യങ്ങൾ, ഇതാണ് ഈ ആധുനികതയുടെ പ്രത്യേകത. അതിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഖീബ് എന്നുള്ള നാമം എന്ത് തേടുന്നു, അർത്ഥമാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കോറി രൂഢമൂലമായ ഒരു സ്ഥിരീകരണം അത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് അതിനെ വളർത്തുക തന്നെ വേണം. അതില്ല എങ്കിൽ ഈ ആധുനികതയിൽ നമുക്ക് ജീവിതത്തെ സന്തുലിതമാക്കാൻ സാധിക്കൂല. മാതാപിതാക്കളിൽ നിന്ന് കണ്ണുവെട്ടിക്കാം, സഹചാരികളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്നും കണ്ണുവെട്ടിക്കാം, പെട്ടെന്ന് ചാനലുകൾ മാറ്റാം, പെട്ടെന്ന് ദൃശ്യങ്ങൾ മാറ്റിമറിക്കാം, ആളുകളിൽ നിന്ന് കണ്ണുവെട്ടിക്കാം, പൂഴ്ത്തി വെക്കാം, മറച്ചു വെക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് മാറ്റാൻ, മറക്കാൻ, വെട്ടിക്കാൻ സാധിക്കൂല. ആ ഒരു ബോധം നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സുരക്ഷിതത്വം. അതല്ലേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംരക്ഷിച്ചതെന്താ? തെറ്റിൽ നിന്ന് തിരിച്ചു വിളിച്ചതെന്താ? തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് തടയിട്ടത് എന്താ? മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. പെണ്ണ് ഒരുമ്പെട്ട് അവൾ കതക് അടച്ച് വിരികൾ താഴ്ത്തി സാഹചര്യം അനുകൂലമാക്കി കൊട്ടാര ജീവിതത്തിലെ എല്ലാ പകിട്ടുകളിലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയാണ്. യൂസുഫിൽ കണ്ണു വെക്കുകയാണ് ഒരു സ്ത്രീ, അതും നിസ്സാരക്കാരിയല്ല, പിന്നെയോ കുലീനതയാൽ, സൗന്ദര്യത്താൽ മികവുറ്റ ഒരു സ്ത്രീ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവളിൽ പ്രേരിതനായി വശംവദനായിട്ട് നടക്കുകയല്ല, പിന്നെയോ ആ സ്ത്രീ കണ്ണു വെച്ച് അവളാണ് സാഹചര്യവും അവസരം ഒരുക്കുന്നത്. എന്നിട്ട് അവൾ പറയണം, ഹൈ തലക്, വരൂ നമുക്ക് രമിക്കാം, രതിക്കാം, സുഖിക്കാം എന്ന്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്മാറാനുള്ള കാരണം എന്താ? ഖാല മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ അഭയം തേടുകയാണ്, അള്ളാഹുവിൽ രക്ഷ തേടുകയാണ്. ആ ബോധവും രക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടവും അദ്ദേഹത്തിന് തുണയായി, സഹായകമായി. അദ്ദേഹത്തിൻ്റെ ജീവിതം പവിത്രമായി. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പിന്നീട് തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതവും വിശിഷ്ടമായ വ്യക്തിത്വവും അത് പിന്നീട് ലോകം വായിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ ഒരു നാമം അത് തേടുന്നത് എന്ത്, അർത്ഥമാക്കുന്നത് എന്തത്? നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടതുണ്ട്, നമ്മുടെ നാളുകളെ നയിക്കേണ്ടതുണ്ട്. അതാണ് തെറ്റിൽ നിന്ന് നമുക്ക് അറുതിയും ഈ വിരാമവും കുറിക്കുക. വിശിഷ്യ ഈ ആധുനികതയുടെ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അർ-റഖീബ് എന്ന നാമം അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അർ-റഖീബ് എന്ന നാമം അള്ളാഹുവിന് വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമ്മളിവിടെ പഠന വിധേയമാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേകി നമ്മളെ എല്ലാവരെയും റബ്ബ് തുണക്കുമാറാവട്ടെ. റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് ഖബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹുക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള അഫും ആഫിയത്തും ഇഹത്തിലും പരത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മുആഫാത്തും നമുക്കും അവർക്കും അള്ളാഹു കനിയുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങൾ നമുക്കെല്ലാം അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രീതിപ്പെടുന്നവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد أمنها ورجال أمنها. اللهم احفظ لي هذه البلاد قيادتها وعقيدتها. اللهم احفظ لي هذه البلاد جنودها ومرابطيها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.